ഇന്ന് ഞങ്ങൾ മൗണ്ട് ടൊഹാറയുടെ ചുവട്ടിലാണുള്ളത്. ചുവട്ടിൽ മൗണ്ട് ടൊഹാറ കയറാൻ വേണ്ടി ഇതേ ഞങ്ങൾ 4 പേര്. സെവിച്ചേട്ടനുണ്ട്, ജൈനയുണ്ട്, കട്ടയുണ്ട്. ഞങ്ങൾ 4 പേരാണ്. ഇതാണ് മൗണ്ട് ടൊഹാറ. ഒരു വലിയൊരു ഹില്ലാണ്. ഇതിൻ്റെ മേലേക്കാണ് ഞങ്ങളുടെ പരിപാടി ഇന്ന്. ഇവിടെ ഇതെൻ്റെ ബേസ് ക്യാമ്പാണ്. ഇവിടെ ആൾക്കാരുണ്ട്, കുറേ ആൾക്കാരുണ്ട്. കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇത് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടാവുമായിരിക്കും. ഇവിടുന്ന് നടന്ന് വേണം കയറാൻ വേണ്ടി. ഇവിടം വരെ വണ്ടിയുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ നടന്ന് വേണം കയറാൻ വേണ്ടി. ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അവിടുന്ന് പോയി ഇറങ്ങി വരുന്നവർ. ആ സമയത്താണ് ഞങ്ങൾ ഈ നട്ടിച്ച വെയിലത്താണ് കയറാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ടീം മൗണ്ട് ടൊഹാറ കയറാൻ വേണ്ടി. ഇവിടെ മതില് ചാടി വേണം കയറാൻ വേണ്ടി. ഫോർ വെറ്ററി ഇൻ ഫ്യൂച്ചറാ. ഇവര് പ്രൊഫഷണൽ ട്രക്കിങ് നടത്തുന്ന ട്രക്കേഴ്സാണ്. സ്ട്രെച്ചൊക്കെ എടുത്ത് കയ്യും കാലൊക്കെ നീട്ടി നിർത്തി. ഈ നായ കാണാം രാവിലെ ഉറങ്ങി എണീറ്റിട്ട് ഇതുപോലെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഇതായിരുന്നു കാര്യമല്ലേ? ഇതാണോ വഴി? ഇവിടെ വീണ്ടും മതിൽ കയറണം. ഇതാണ് സ്ഥലം. സിബ്രോയാണ് വളരെ സ്ലോ ആയിട്ട് വാക്കിംഗ് ട്രാക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് മുട്ടാൻ പാടില്ല. ഇതിന് ഷോക്ക് ഉണ്ടാവുമായിരിക്കും. മുട്ടിയിട്ടുണ്ടെങ്കിൽ ഷോക്ക് അടിച്ച് ചത്തുപോകും. മുട്ടരുത്, മുട്ടിയ തീർന്നു. മുട്ടരുത്. കട്ട കമോൺ എർത്തടിക്കരുതല്ലേ. ഒരു ഭയങ്കര ഭീകര ട്രീ. ഇത് പൈനാണ്, പൈൻ മരമാണ്. പൈൻമരക്കാളുകൾക്കുള്ളിലൂടെ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് ആപ്പാട് ഒരു മരമാണ്. എന്താ ജൈന ഇതിന്റെ ശാസ്ത്രീയ നാമം പറയുന്നുണ്ട്. എന്താന്നോ നിങ്ങളുടെ പറഞ്ഞ ശാസ്ത്രീയ നാമം ഇതിന്റെ ശാസ്ത്രീയ നാമം ഇവിടുന്ന് കയറി അടുത്ത ചാട്ടമാണ്. എർത്തടിക്കാതെ വേണം പോകാൻ വേണ്ടി. എന്റെ ലോനപ്പ അല്ലല്ല ലോനപ്പൻ അങ്ങനെ പലതും തോന്നും. അത് കഴിഞ്ഞിട്ട് പയ്യെ കയറിയാ മതി. ഇല്ലെങ്കിൽ കയറി എത്തിയല്ല. ഓടി കയറിയിട്ടുണ്ട് ഞാൻ നോക്കി. ഇതാണ് ദ ഗ്രേറ്റ് ലേക്ക് ടോപ്പ്. അതിൻ്റെ അതിമനോഹരമായ സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. വാവ്, അടിപൊളി. അതിൻ്റെ അങ്ങ് പുറകെ കാണുന്നതാണ് മൗണ്ട് റുപ്പഹു. അത് കാണുന്നില്ല, കുറച്ച് മഞ്ഞ് വച്ചാണ്. ഇതാണ് നമ്മുടെ ടോപ്പ് എന്ന ചെറിയ നഗരം. ഇതിൻ്റെ അപ്പുറം കാണുന്നതാണ് ലേക്ക് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ആ മേഘമൊക്കെ റിഫ്ലക്ഷൻ ചെയ്യുന്നുണ്ട് ലേക്കിൽ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാമെന്ന് അറിയത്തില്ല. കുറേ ബോട്ടുകൾ ഇതിൻ്റെ അകത്ത് ഓടി കളിക്കുന്നുണ്ട്. ഈ ഇങ്ങോട്ടേക്ക് കയറി കിടക്കുന്ന ഈ ലേക്കിൻ്റെ കയറി കിടക്കുന്ന സ്ഥലത്താണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത്. അതിൻ്റെ അപ്പുറമുള്ളതാണ് ലേക്ക്. ഇതൊരു വലിയ ലേക്കാണ്. എൻ്റെ പൊന്നു മോനെ, ഈ വഴിമാര് നടന്ന് നല്ല മിനുസമാക്കി വെച്ച്. ഇക്കോട്ടിരിക്കുകയാണ്. ഇതാണ് കയറി പോകുന്ന വഴി.
നല്ല പണിയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കിടെ കാണുന്നൊന്നുമില്ല. ഞങ്ങളുടെ അത്രയും പൊക്കമുള്ളൂ, ജസ്റ്റ് ഹൈറ്റാണ്. ഇവിടുത്തെ ഇതല്ലേ ഇതൊക്കെ തലയും മുട്ടുന്നുണ്ട്. ഇതാണ് വെള്ളക്കാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. വെള്ളക്കാർ പോകുന്നുണ്ടോ പോക്ക്, വരെ വാലി തീ പിടിച്ചാൽ പോകുന്നു പറഞ്ഞു. You guys too. Long way to go. നമ്മളെ 11 കാലാണ് സ്റ്റാർട്ട് ചെയ്തത്. 15 ഇനി മണിക്കൂറല്ലേ? എടോ അത് നമ്മുടെ ദൂരം അല്ലടോ, അത് നമുക്കല്ല സമയം, അത് അവർക്കാണ്. നേരത്തെ പോയി കണ്ടില്ലേ, അവരാ ടൈം അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓടുന്ന ഓട്ടം ആയിരിക്കും. നമ്മളങ്ങനെയല്ലല്ലോ. നമുക്ക് ടൈം അച്ചീവ് ഒന്നും വേണ്ട. നമുക്ക് എന്ത് ടൈം? നമ്മുടെ ടൈം ഇതാണ്. നമ്മുടെ ടൈം എത്ര? 5 മണിക്കല്ലേടാ കളി പറഞ്ഞേക്കുന്നേ? 5:30 ആകുമ്പോ അവിടെ എത്തണം. എടാ വയസ്സായി 40 അല്ല 65 വയസ്സാകുമ്പോ റെസ്റ്റ് ഹോമിൽ പോയിരുന്ന് ഈ വീഡിയോ കാണുമ്പോ ഞാനും ഒരു വർണ്ണ പട്ടവായിരുന്നു. സ്വന്തമായിട്ട് കോൾമാരി കൊള്ളുന്നു. അതാ നമ്മുടെ ട്രക്കർ നിവിൻ വർഗീസ്. ഇതങ്ങനെ അല്ലടാ, കോപ്പ നമ്പർ 1 പോട്ടെ. അടുത്ത ട്രക്കർ ജസ്റ്റിൻ, അടുത്ത ട്രക്കർ ലോനപ്പ്. നടക്ക്. സോറി എനിക്ക് ഓർമ്മയില്ല. ഞങ്ങളുടെ മെയിൻ കുക്കാണ് പോകുന്നത്, മുന്നിൽ പോകുന്നത് ജൈന മേഡം. സോപ്പിടണ്ട നടക്കില്ല. സായിപ്പന്മാർ ഇഷ്ടംപടി പോകുന്നുണ്ടല്ലേ ഇവിടെ. അല്ല, സാധാരണ കയറ്റം കയറുന്നവർക്ക് ഇറക്കം ഇറങ്ങുന്നവരാ സൈഡ് കൊടുക്കണ്ടേ, ട്രാഫിക് റൂൾ അനുസരിച്ച്. സ്വന്തമായിട്ടുള്ളതല്ലോ. നല്ല സുഖമുണ്ട്, ലൈറ്റായിട്ട് വേർത്തിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ചില്ലറ പണിയൊന്നുമല്ല, നല്ല സുഖമാണ്. ഇതാണ് ഒരു പറ്റം സയന്റിസ്റ്റുകൾ ജൈനിന്റെ അത്ര പൊക്കമുള്ള നമ്മളിപ്പോ കാണുന്നത് 2016 ഈ ഒരു ടൗഹാറ മൗണ്ടനിൽ ഉണ്ടായിരുന്ന ഒരു മരമാണ്. അത് മുറിച്ചു. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നല്ല പ്രായമുള്ള മരമാണ്. കാരണം ജൈനിന്റെ അത്ര പ്രായം റിങ്സ് ഉണ്ടെന്ന് പറയണമെന്നുണ്ട്, പക്ഷെ റിങ്സ് ഒന്നും ഇതിൽ കാണുന്നില്ല. കാണുന്നത് നീ കാണുന്നത് എന്താ? തള്ള കണ്ണ് കാണുന്നില്ലേ നീ കാണുന്നത്? അത് റിങ് ഒന്നും അല്ലടേ. അതായത് ഇന്ത്യക്കാരന്റെ പേരായിരിക്കും മിക്കവാറും. നോക്കിയേ, റഹീമാ, പിന്നെ ഇതാരാ? ഐസക്സോ. ഓക്കെ, ഭാഗ്യം. സോറി. ഒരു യമണ്ടൻ മരമാണ്. നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ മരം മുറിച്ചിട്ടതിന്റെ മേലെ ലോനപ്പ് ഖാൻ നിൽക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പകർത്താം. ഈ മരം ആക്ച്വലി എന്താണെന്നറിയോ, ഈ മരത്തിന്റെ മേലെ കയറി നിന്നിട്ട് നിങ്ങൾക്ക് വ്യൂ കാണാം. എന്ത് രസമാണ്. കട്ടയ്ക്ക് അതൊക്കെയാണ്. കട്ട പാക്കാസേവ് പോയിട്ട് എന്ത് വാങ്ങണം, അതാണ് അവന്റെ ലക്ഷ്യം. ഞങ്ങളിങ്ങനെ നേരെ മേലേക്ക് പോകുമ്പോ വേർക്കുന്നുണ്ട്. കാറ്റ്, ഇളം കാറ്റ്, നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എൻ്റെ ദൈവം, നാക്കൊക്കെ കുഴയുന്നു. ഒരു കോള കഴിച്ചാ. നല്ല തണുപ്പുണ്ട്, നല്ല സുഖമുണ്ട്. ഇതില് കണ്ണൂരുകാർ വളരെ കുറവാണ്. ഇമാരൊക്കെ കണ്ണൂരുകാരെ തള്ളി പറയുന്നുണ്ട്, വെറും അലമ്പാണ്. ഇത് കുറെ മധ്യ കേരളത്തിൽ നിന്നുള്ള കുറെ മദ്യക്കുപ്പികളുണ്ട്, കാലിക്കുപ്പികൾ. ഒരു കാര്യമില്ല, ഇമാര് കണ്ണൂരുകാരെ കുറ്റം പറയുന്നത്. ഞങ്ങൾ പോകുമ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾക്കൊരു ആൾക്കാർ സൈഡ് തരുന്നത്. തനിക്കൊക്കെ ഇത് എളുപ്പമായിരിക്കും. തനിക്കൊക്കെ ഒരു 10-40 കിലോ ചുമന്നാ മതി. എനിക്ക് അങ്ങനെയാണോ?
എനിക്കൊരു 55 കിലോ ചുമന്ന് കയറണം. രാമഭദ്രനെ തല്ലിയവൻ. പുള്ളിക്കാരപ്പ തന്നെ വന്നിട്ട് പുള്ളിക്കാരൻ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. സൈലന്റ് വൈബുകളല്ലേ, അടിപൊളി സ്ഥലം. ഹലോ മറ്റേ ഹണിയില്ലേ, ഹണിയെ കുറിച്ചിട്ടുണ്ടായിരുന്നു, ഹണി തന്നില്ല. ഞാൻ ഡാബറിന്റെ ഹണി 2 ഓഫർ കിട്ടിയപ്പോ വാങ്ങിച്ച ചെട്ടിയാ, അവര് കൊണ്ടുപോയി ചെട്ടിയാ. എനിക്കറിയായിരുന്നു ഇവിടെ ഹണി പിടിക്കുമെന്ന്. ഇവിടെ ഭയങ്കര ഹണി ട്രാപ്പാണ്, ഹണി ട്രാപ്പ്. എയർപോർട്ടിൽ ഭയങ്കര ഹണി ട്രാപ്പാണ്. ഇന്ത്യയിൽ നിന്ന് ഹണി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എയർപോർട്ടിൽ പിടിക്കും. ഹണി ട്രാപ്പ്. ഇതാണ് ബേക്കർ കട്ട. കട്ട നിന്നെ കാണാൻ ആരെയോ പോലെ ഉണ്ടല്ലോടാ, ജിയോ മച്ചാനെ പോലെ ഉണ്ട്. ഇവന്റെ അവന്റെ കട്ട ശരീരം കണ്ടിട്ട് ഞങ്ങൾ കട്ട എന്ന് വിളിക്കുന്നത്. അല്ലടാ മറ്റേ ഇവന് മറ്റേ ആ ദൃശ്യത്തിനകത്തെ പോലീസുകാരന് പേരായിരുന്നു ഷാജോൺ. സഹദേവൻ. ആ സഹദേവൻ ഇതുപോലെ ഒരു ക്യാപ്പും വെച്ചിട്ട് താടിയും വെച്ച് കഴിഞ്ഞ് ഏതൊരു ഇന്റർവ്യൂവിന് ഇരിപ്പുണ്ടായിരുന്നു. അതേപോലെ ഉണ്ട്. എന്റെ മേലെ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്, അടിപൊളിയാണ്, സൂപ്പറാണ്. ഇവിടെ ഒരു സ്ട്രീം ഉണ്ട്, ഞങ്ങൾ അതിൻ്റെ അടുത്തേക്കാണ് കേൾക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടല്ലോ, നല്ല രസമുണ്ട്. ഈ യാത്ര അതിമനോഹരമായിരുന്നു, ഒന്നും പറയാനല്ല. നല്ല രസമുണ്ട്. നന്നായി വെള്ളം ഒഴുകുന്നുണ്ട്. സൗണ്ട് മാത്രമേ ഉള്ളൂ, പക്ഷെ എൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണെന്ന് കാണുന്നില്ല. ഇത്രയും വലിയ മലയിൽ ഇത്രയും വലിയ വെള്ളച്ചാട്ടം ഉണ്ടെങ്കിൽ പൊളിയാണല്ലോ. വെള്ളച്ചാട്ടമല്ല, വെള്ളം. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞങ്ങൾ ആ വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. ഇത് ചെങ്കുത്തായ ഇറക്കത്തിൽ കൊണ്ട് ഒഴുകുന്നുണ്ടാന്ന് തോന്നുന്നു. നല്ല സൗണ്ടുണ്ട്. വെള്ളച്ചാട്ടമല്ല, ഇത് ചെറിയ സ്ട്രീമാണ്, അതായത് ഒരു തോട്. അമ്മച്ചി പാമ്പ് മുടിഞ്ഞ തണുപ്പ്. നല്ല രസമല്ലേ, അടിപൊളി. വെള്ളം കണ്ടിരിക്കുകയാണ്. അരുവിക്കുളം. ഇന്ന് വേഗം പാടോ. ഡാൻസർ ജൈന സാമ്പടിക്കട്ടെ. ഇതൊരു 2 ഡിഗ്രി സെൽഷ്യസും കൂടെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഐസായിട്ടുണ്ട്. ഈ ടോപ്പിലെ ന്യൂസിലൻഡിലെ വെള്ളത്തിന് ഒരുപാട് മിനറൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. എടാ ഇവരൊക്കെ ആരാടാ യൂട്യൂബില് ഇത് കൊടുത്തത്? നല്ല ടേസ്റ്റ്. ന്യൂസിലാൻഡ് അല്ല, ഈ ലോകത്തിൽ തന്നെ ശുദ്ധമായ വെള്ളമുള്ള സ്ഥലമാണ് ന്യൂസിലാൻഡ്. അതും മിനറൽസ് കാരണമാണ് ഈ ലേക്ക് ടോപ്പ് ഇങ്ങനെ മതി എടാ തള്ളി കഴിക്കാൻ ഒരു പഴം കഴിക്കുന്ന കാലത്ത് പുട്ടാണോ കഴിച്ച്. എന്തെങ്കിലും ഉണ്ടാക്കാൻ പറയാനുണ്ടല്ലോ, കട്ടയ്ക്ക് ഭയങ്കര ദേഷ്യം വരും. മറ്റേ PMS വരും കട്ടയ്ക്കൊക്കെ, അതേപോലത്തെ ചൊറിയാ കട്ട. എന്നിട്ട് നിഷ്കരുതി പിന്നാലെന്തെങ്കിലുണ്ടോ ചോദിക്കും. ഇത് കേൾക്കുന്നോട് തരിച്ചു കയറും. കണ്ട കട്ടേനെ കുറ്റം പറയുന്ന കട്ടേന്റെ പ്രിയതമ്മ. ഇത് കേട്ടിരിക്കുന്ന കട്ട ഇതൊക്കെ എന്ത് അല്ലേ, ചീള് കേസ്. കട്ട വല്ലതും പറയടാ, നിന്റെ അഭിപ്രായം പറഞ്ഞേ, നാട്ടുകാർക്ക്. ഞങ്ങൾ അവിടുത്തെ പഴം തീറ്റയും കഴിഞ്ഞ് വെള്ളവും കുടിച്ച് ചിപ്സും കഴിച്ച് കുറച്ച് കുറ്റം പറഞ്ഞ് ഈ അരുവി സൈഡിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ അരുവിനെ പിന്നിട്ട് വീണ്ടും ഞങ്ങൾ മേലേക്ക് കയറുകയാണ്. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ചെറിയൊരു മടുപ്പ് തട്ടിയിട്ടുണ്ട്. ആ ഒരു ആവേശം ചെറുതായിട്ട് കുറഞ്ഞു അല്ലേ, ഒരു ചെറിയൊരു സുഖം കുറവുണ്ട്. ഒരു ആക്സിലറേഷൻ പഴയ പോലെ കിട്ടുന്നില്ല. ഞങ്ങൾ ഇതാണ്ട് ഇതിൻ്റെ അകത്തോടെ ഒരു കാടിൻ്റെ അകത്തോടെ കയറിയാണ്. കാടല്ല, ഒരു ഗുഹ. പണ്ട് മാവോരികൾ ഇതിൻ്റെ അകത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്.
ഇതിന്റെ മേലെ എടാ ലൈഫിൽ ഷോർട്ട് കട്ടുകൾ കണ്ടെത്തണം. റിസ്കി ആണെങ്കിലും ഷോർട്ട് കട്ടാണ് എപ്പോഴും നല്ലത്. ഇല്ലടാ ഈ സാധനം ഞാൻ എവിടെ മടിയന്മാർക്ക്. ഇത് നല്ല വെട്ടി ഉണ്ടാക്കിയേക്കുന്ന പോലെയുള്ള വഴിയാണ്. ഇത് വെട്ടി തന്നെ ഉണ്ടാക്കിയതാ. നല്ല തൂമ്പയ്ക്ക് കോരി മണ്ണെടുത്ത് വെളിയിൽ കളഞ്ഞ് കൃത്യം നടക്കാൻ പാകത്തിന്. ഈ വീഡിയോ എടുത്തോണ്ട് വ്ളോഗ് ചെയ്യൽ ചില്ലറ പണിയൊന്നുമല്ല കേട്ടോ, നല്ല അധ്വാനമുള്ള പണിയാ. കൊള്ളാം, എന്താണ് എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ആ ചൊറിച്ചിലൊക്കെ മാറി കിട്ടിയിട്ട കാലിൻ്റെ, ഇപ്പം ചൊറിയുന്നില്ല. കെയറിംഗ് ആണ് കട്ടൻ്റെ മെയിൻ അല്ലേ? കെയറിംഗ് ആണ് സാറേ കട്ടൻ്റെ മെയിൻ. പുണ്യമല ശബരിമല പൂത്തലയും നഗരമല കണി കാണാൻ ഞങ്ങൾ വരുന്നേ സ്വാമി, നിൻ പാദം തേടി വരുന്നേ. ആൾക്കാണില്ല. ഇയാള് മലമേലെ എത്തി. ഇയാളെ മറ്റേ പുലി പിടിച്ചു. ഇയാള് നോമ്പെടുക്കാതെ മല കയറിയതാ, അയാളെ പുലി പിടിച്ചു. ആള് വരുന്നേ, ആള് വരുന്നേ. ഹായ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളഞ്ഞ് തിരിഞ്ഞുള്ള വഴികളിലൂടെ ഞങ്ങൾ മന്ദം മുന്നോട്ട് നീങ്ങുകയാണ്. താങ്ക് യു. 10 more minutes. ഓക്കെ, യാ. How it was? ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. നേരത്തെ കയറിയവരൊക്കെ നല്ല സ്പീഡിലാണ് ഇറങ്ങി വരുന്നത്. ഹലോ. അത് നമ്മുടെ 10 മിനിറ്റ് അല്ല, എന്താണ് പ്രശ്നം? ഇപ്പൊ ഈ നടപ്പിൽ എന്താ പ്രശ്നം? നമ്മൾ ഇവിടെ വരെ എത്തിയില്ലേ? ഇല്ലെങ്കിൽ അവള് പട്ടിയായിട്ടുണ്ടാവും. കൂടെ കയറിയതല്ല, നമ്മളെക്കാട്ടി പുറകെ വന്നമാര് മല കയറി തിരിച്ചു പോയി. അവര് എക്സസൈസിന് വേണ്ടി കയറി തിരിച്ചു പോന്നോടൂ. നമ്മളങ്ങനെയല്ല, നമ്മൾ മല കയറാൻ വേണ്ടിയല്ലേ. നമ്മൾ യഥാർത്ഥ ഹൈക്കിങ്, നമ്മളാണ് എൻജോയ് ചെയ്യുന്നത്. നേച്ചർ എൻജോയ് ചെയ്ത് നമ്മളൊന്ന് ആരെയൊക്കെ കുറ്റം പറഞ്ഞു? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈക്കിംഗ് ആൻഡ് ട്രെക്കിംഗ്? നിങ്ങളോട് ചോദിച്ചാലോ? ടൂൾസ് ഒക്കെ ആയിട്ടാ വന്നേക്കുന്നത്. താൻ ഈ വള്ളിയിലൊക്കെ എന്തിനാ പിടിച്ച് വലിക്കുന്നേ? ഇവിടെ ഒരു ചെറിയൊരു കസ്തൂരി മണം വരുന്നുണ്ട് എനിക്ക്. ആ, എനിക്കുണ്ട്. അതെയോ? ഞാൻ അപ്പിയാന്ന് പറഞ്ഞില്ലല്ലോ, കസ്തൂരിന്റെ മണമെന്നല്ല പറഞ്ഞേ. കസ്തൂരി. അതെ, നിങ്ങൾ ഈ തീട്ടക്കഥ പറയാതെ. ഇവിടെ ഒരു മരമുണ്ട്. സെവിച്ചേട്ടനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ മരത്തിൻ്റെ മേലെ കയറാൻ വേണ്ടി. കമോൺ ബ്രോ, കമോൺ. ഈ മരത്തിൻ്റെ മേലെ നമുക്ക് നടന്ന് കയറാൻ പറ്റുമെന്നാണ് പണ്ട് ഇവിടുത്തെ പൂർവികർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വാടോ. ഇതാണ് അഡ്വഞ്ചറസ്, യഥാർത്ഥ അഡ്വഞ്ചറസ്.
കൊരങ്ങ പോടോ പോടോ അങ്ങേറ്റം വരെ പോ. ഇയാളെ പലതും പറയും. തന്റെ ഭാര്യ പിള്ളേരാണ് വീട്ടിലിരിക്കുന്നത്. ഇവിടെ അതിന് അയാൾക്കും വെയിറ്റ് ഇല്ല. ഈ മരത്തിനിട്ട് അനങ്ങുന്ന പോലും ഒരു ഇല പോലും അനങ്ങുന്നില്ല അതിന്റെ പേരിൽ. നോക്കിയേ കൈയും കാലൊക്കെ തെന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങേറ്റം വരെ പോയിട്ട് വേണോ അതിന്റെ മേലെ കയറ്. ആ വേണ്ട ഇതുണ്ട്. എടോ വേണ്ടോ ഇവനങ്ങനെ പല പൊട്ടത്തിനും പറയും. ഇത്ര ധൈര്യശാലിയായിട്ട് താഴെ കയറാൻ എന്താ? ഞാൻ ഇത് പിടിച്ചോണ്ട് എനിക്ക് കയറാൻ പറ്റില്ലാത്തോണ്ട് വേണ്ട ഇറങ്ങടോ വേണ്ടടോ. ഞാൻ മരം കയറോടോ ഇതൊക്കെ പുല്ലാണ്. ഒന്ന് പോയാ നീ വേണ്ടടോ തെന്നോട്ടടോ. ലോനപ്പൻ അങ്ങനെ പലത് പറയും. ലോനപ്പ വീഴരുത് ബാക്കിയെല്ലാം ഓക്കെയാണ്. താൻ കയറിക്കോ. എടോ വേണ്ടടോ. ആ മതി. ഇനി അവിടുന്ന് 2 കൈയും പൊക്കി ഹായ് കാണിച്ചേ. ആ ഹായ് പറ ഹായ് പറ. ആ അത്രയാണ്. അതാണ് ഞങ്ങളുടെ ലോനപ്പ് ഖാൻ. അതെന്ത് ഈ നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും അപ്പിട്ടു. പോടോ പോടോ. എനിക്ക് മണം വരുന്നുണ്ടല്ലോ. എനിക്ക് ലോനപ്പനെ ഡൗട്ട്. എനിക്ക് ഡൗട്ട്. ലോനപ്പന ഏറ്റവും മുന്നിലാ വന്ന്. എനിക്ക് വന്നേ ഈ പറഞ്ഞ പോലെ ചെടീൻ്റെ മണമായിരിക്കും ഈ നിലത്ത് ചീനി കിടക്കുന്നത്. ആ ഒരു പായൽ പോലത്തെ മണമായിരുന്നു. അപ്പിമണമല്ല. നേരത്തെ കുടിച്ച കോളേൻ്റെ മണം ഇപ്പോഴാണ്. കോളേൻ്റെ ഗ്യാസ് ഇപ്പോഴാണ് കയറുന്നത്. ഈ മല കയറിയിട്ടും തീരുന്നില്ല. ഇവിടെ തന്നെ കുഞ്ഞിറക്കങ്ങൾ വലിയ കയറ്റം. കുഞ്ഞിറക്കം വലിയ കയറ്റം. ഇറങ്ങാ കയറി ഞങ്ങളും എടുത്തു. ഇട്ട് തീരുമാനമാവുന്നില്ല. കൈക്കും കല്ലൊക്കെ വേനെടുത്ത് തുടങ്ങി. ഇതിൻ്റെ മേലെ പെട്ട് ഇനി തിരിച്ചിറങ്ങിപ്പോയിട്ട് ഇനി ക്രിക്കറ്റും കൂടെ കളിക്കണം. ഞങ്ങളെയും കൊണ്ട് വയ്യ. എനിക്ക് എന്നെ തന്നെ സമ്മതിച്ച് കൊടുക്കണം. ഒരു രക്ഷയില്ല. തീർന്നു. ഇത് പരപ്പായല്ലോ. ആ ഏകദേശം മല എത്തി. മലേൻ്റെ മേൽവശം എത്തിയിരിക്കുകയാണ്. ഇവിടെ ഏതോ പാറക്കെട്ടുണ്ടെന്നോ പാറേൻ്റെ മേലെ നിന്ന് ടോപ്പോ കാണാമെന്നോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ട്. ഇതാണ് മലയിലേക്കുള്ള വീണ്ടും വഴി. ഞങ്ങളിവിടെ കണ്ടു എന്ന് വിചാരിച്ചത് ഈ സൈഡായിരുന്നു. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കയറി തേണ്ട വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോകണം. പോയി ഇത് അവസാനിക്കാത്തൊരു വഴി പോലെ ഉണ്ട്. വളഞ്ഞുള്ള ചെറിയ വഴി. അല്ല ഈ വഴി കൂടെ വല്ല തോട്ടപ്പുഴയൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അടിപൊളി. നല്ല രസമുണ്ട് ഇങ്ങനെ ഈ വീഡിയോക്കകത്ത് കാണുന്ന രസം. നല്ല അടിപൊളി രസമാണ്. അതിനേക്കാളും രസമാണ് ഇത് നേരിട്ട് കാണുന്നത്. അത് മരം അത് കുത്തിയതാ. മരത്തിലാ മറ്റേ എന്നാ പാടുപെട്ടുണ്ടാവും. നല്ല രസമുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ മേലേക്ക് വെക്കുമ്പോ സമ്മതിക്കണം. അതിന്റെ ഉണ്ടോ അടിപൊളി. ഇടയ്ക്കൂടെ സൂര്യകിരണങ്ങൾ ഇങ്ങനെ അരിച്ചിറങ്ങി വരുന്നുണ്ട്. ഞങ്ങൾ സൂര്യനെ തൊടാൻ പോവാണ്. കട്ട പോയാ ഒരു ബുക്ക് പോയില്ലത്. ജയനെന്താ പറഞ്ഞ കട്ടയോട്? ജയനെന്താ പറഞ്ഞെന്ന്? കട്ട പണങ്ങിപ്പോയല്ലോ. അതിലേ പണിയാണോ? കയറ്റം നടക്കിയല്ലേ? അയ്യോ ഇത് കയറണോ? ഞാൻ പറഞ്ഞോ ഇത് കട്ട റിസ്ക് ആണല്ലോ. ഇവിടുന്ന് ഞാൻ മിക്കവാറും വീഴുന്നു. സ്ഥലത്തിയോ? ഇതാണ് ഞാൻ വീഡിയോ ഓഫ് ചെയ്യാൻ പോവാണ്. ഒന്നും കാണുന്നില്ല. ടോപ്പ് ഇത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടം വരെ വന്നത്. അവരപ്പുറപ്പേക്ക് കയറും. അപ്പുറപ്പാ. ഞങ്ങളിവിടുന്ന് ഞങ്ങളുടെ കൂടെ വന്ന് 2 എണ്ണത്തിനെ കാണുന്നില്ല. മിസ്സായിരിക്കുകയാണ്.
ഓ കട്ടയുടെ പോയി. ഞങ്ങളിപ്പോൾ ഹൈറ്റുള്ള ഞങ്ങളെക്കാട്ട് ഹൈറ്റ് ഇവിടുത്തെ ചെടികൾക്കൊക്കെ. കട്ടോ ഇതാണ് ടോപ്പ്. ആ കാണുന്ന അതുവരെ കാണുന്നതാണ് ടോപ്പ്. ഞങ്ങളവിടുന്ന് 2 വഴിയുണ്ടായിരുന്നു. ഒന്ന് ദുർഘടം പിടിച്ച വഴിയും പിന്നൊന്ന് ഈസി വഴി. ഞങ്ങൾ ദുർഘടം പിടിച്ച വഴിക്ക് കയറി. എടാ അവിടെ നിൽക്കണോ, വരുമോ അങ്ങോട്ടേക്കാ? വെയിറ്റ് ചെയ്താ വെയിറ്റ് ആയിക്കോട്ടെ. എന്നാലും നമ്മൾ ഇവിടെ വരാൻ വന്നിട്ട് അവിടെ കാണണല്ലോ. ഇതുണ്ടോ? ഇങ്ങോട്ട് വാ ലോനപ്പാ, ഇങ്ങോട്ട് വാ. ആയിക്കോട്ടെ, ഇവിടെ ഉണ്ട് കിട് സീനുണ്ട്. വാ കിട് കുളിയല്ല. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങണ. ആ കല്ലിൻ്റെ അവിടെ വരെ പോയിട്ട് വരാം എന്ന് പറയാണ്ട്. ഇവിടം വരെ വന്നിട്ട് അവിടെ പോയിട്ട് വരാതിരിക്കുമ്പോ ഒരു വിഷം വരികയല്ലേ. ഏതോ കല്ല് പുറത്തിരിപ്പെടുന്നു. ഇപ്പൊ കല്ല് പുറത്താണ് ഇരിക്കുന്നത്. ഓ താമ്പറ ആ കല്ല് പോലാണോ? ഞാനില്ല. ഇവിടുത്തെ പാടങ്ങളൊക്കെ നല്ല നേർ ലൈനില് സ്ഥലം ഡിവൈഡ് ചെയ്തിട്ടേക്കുന്നത്. ഞങ്ങളുടെ ഗ്യാസ് സാധനങ്ങളാണ് അതൊക്കെ അവിടെ. ഇതിനകത്ത് ടോപ്പ് ഓടിയതാ. ഇത് ആ കാണുന്നുണ്ട് ഒരു കരികിൽ കോറയാ കാണുന്നത്. അതുകൊണ്ട് അവിടെ കണ്ടില്ലേ? ആ വണ്ടിയിലുണ്ടോ എന്തോരം ട്രക്കുകൾ. ഞാൻ അവിടുന്ന് ഒപ്പിച്ചിട്ട് വന്നേ. പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ട് അവരെ ഇവിടെ നിലനിൽക്കാന്ന് പറഞ്ഞ ചില്ലറ പണിയാണോ? ഇവിടെ ഒരു പാറയുണ്ട്. ഇതാണ് ടോപ്പോ ലേക്ക്. വാ ഭാര്യയും ഭർത്താവിടെ കുത്തിയിരുന്നിട്ട് അടി ഉണ്ടാക്കുക. രണ്ടും ഇരുന്ന് തീറ്റയാ. ഇവിടെ തിന്നാൻ വേണ്ടി മല കയറിയ പോലെ ഉണ്ട്. ഞാനൊന്നും തൊട്ടില്ല. നമുക്കൊരു പുല്ല് വിലയുള്ളതെന്നുള്ളൂ അല്ലേ? ഇവിടെ ആൾക്കാര് പൈസ കൊടുത്തിട്ട് ലേക്ക് കുടിക്കാൻ വേണ്ടി. ടോപ്പോ അടിപൊളി, ഒരു രക്ഷയില്ല. എന്ത് രസമാണ്. ദ ലാൻഡ് ഓഫ് ലോങ് വൈറ്റ് ക്ലൗഡ്. ജൈന പറഞ്ഞാണ് വൈറ്റെങ്കിൽ വൈറ്റ്. എന്ത് ഭംഗിയാണ്. ന്യൂസിലാൻഡ് എന്നല്ലല്ലോ എൻ്റെ പേര്. അന്ന അറ്റുറോവാ. നമ്മളങ്ങനെ അങ്ങനെ ആവശ്യമില്ലാത്ത പറയാറില്ല. തന്റെ വിവരമില്ലായ്മ ഒന്നും കൂടി വീഡിയോയിലൂടെ പറയൂ പ്ലീസ്. പറയൂ പ്ലീസ്. തന്റെ വിവരമില്ലായ്മയാണ് തന്റെ വിജയത്തിന്റെ ലക്ഷ്യം. ഉയരം കൂടുന്തോറും ചിപ്സിന്റെ അളവും കുറയുമെന്നും കൂടെ അളവ് കുറയുകയും രുചി കൂടുകയും ചെയ്യുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ലോനപ്കാർ. പിന്നെയും പോണതാ ലോനപ്പ. അത് ഒന്ന് നോക്കിയേ ലോനപ്പ, ഇങ്ങ് നോക്കിയേ. ലോനപ്പിനെ നേരെ എല്ലാരും കാണട്ടെ. നോക്ക് ലോനപ്പ. ലോനപ്പിന് നാണമായി. ലോനപ്പിന് നാണമായി. ഇല്ലല്ലോ. അതിസാഹസികരമായ യാത്രയാണ്. ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം. എൻ്റെ അമ്മ എന്താണ് ഇങ്ങനെ പേടിയുണ്ടോ? ഹൈറ്റാമാനിയുണ്ടോ? ഈ കട്ടക്ക് ഇത്ര പേടിത്തണ്ടാ? ഇത് കട്ട വിറയ്ക്കുന്നു. അയ്യേ, ഈ വലിയ ശരീരം ഉണ്ടെന്നേ ഉള്ളു അല്ലേ? ഭയങ്കര മോശം കേട്ടോ കട്ടെ.
കട്ടയ്ക്ക് എന്തിനോടും പേടിയാ. അതെ അതെ. ടോപ്പോ എന്ത് രസമായി ടോപ്പാണ്. ഞങ്ങളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഈ മലനിരകളുടെ ചുറ്റും ഞങ്ങൾ നോക്കി ഒരു മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തു. ഇതിലെ കൂടെ ഇങ്ങനെ ആൾക്കാരൊക്കെ കണ്ട്, ഇവിടെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഇതെല്ലാം കണ്ട് ഞങ്ങൾ ഇവിടുന്ന് പയ്യെ ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഇറങ്ങി ഇവിടെ ഒരു അഡ്വഞ്ചറസ് റൂട്ടുണ്ട്, അതിലേക്കൂടെ ഞങ്ങൾ കയറി വന്നത്. ആ വഴി കൂടെ തന്നെ തിരിച്ചിറങ്ങാൻ പോവുകയാണ്. തിരിച്ചിറങ്ങുമ്പോൾ ഈസിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ നേരെ താഴെ പോയി കിടത്താൻ മതി. നല്ല റിസ്ക്കാണ്, ഹൈ റിസ്ക്കാണ്. കട്ട കരയരുത്. ആ അല്ലടോ, ഇത് കരയും. അല്ല, ജൈനിൻ്റെ ഇടയ്ക്കൂടെ കയറി പോവോ? നമ്മൾ തിരിച്ച് കയറിയ സുഖമല്ല തിരിച്ചിറങ്ങുമ്പോൾ. കാരണം വീഡിയോ എടുത്ത് നടന്നിട്ടുണ്ടെങ്കിൽ മുക്ക് മുത്തി താഴെ വീഴും. വഴി നല്ല രസമുണ്ട്. വാവ്, അടിപൊളി. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. 40 വയസ്സായി, കറങ്ങലും നടക്കാനല്ലേ. താൻ എന്നെ വയസ്സറിഞ്ഞ് വേണം കളിക്കാൻ. വാവ്, ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഇനി അങ്ങോട്ടേക്ക് വേണമെങ്കിൽ പറഞ്ഞ നട്ടിച്ചക്കൊക്കെ ആള് വരുന്നുണ്ട്. ഹായ്, ആൾക്കാർ വരുന്നുണ്ട്. It's near. ഇപ്പോൾ ഒരു സുഖമൊക്കെ വരുന്നുണ്ട്. നല്ല സ്പീഡ് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ഇപ്പം നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം ഡിഗ്രി സെൽഷ്യസ് നോക്കുവാണെങ്കിൽ 22, 24 എന്നൊക്കെ കാണുള്ളൂ. പക്ഷേ വെയിൽ നല്ല ചൂടാണ്. കാരണം ഓസോൺ പാളിയിൽ വലിയ തുളയാണ് ഇവിടെ. അതുകൊണ്ട് നല്ല ഓസോൺ പാളിയിൽ വിള്ളൽ, ഇതിൻ്റെ മേലെ നല്ല വിള്ളലാണ്. അപ്പം വിള്ളൽ കാരണം UV റേസ് ഒരുപാട് പടയെന്നടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഉള്ള ആൾക്കാർക്ക് സ്കിൻ ക്യാൻസർ അങ്ങനത്തെ ഡിസീസൊക്കെ വരാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. പിന്നെ ഈ വെള്ളപ്പാണ്ട്, നമുക്ക് പിന്നെ അങ്ങനെ വരികയില്ല. വെള്ളപ്പാണ്ട് വന്നാൽ നമുക്ക് അനുഗ്രഹം. പിന്നെ ഇവിടുത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ വരുള്ളൂ. പിന്നെ വേറെന്തോ ബ്രൗൺ പാണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവർക്ക് വരുന്നത്. ഇതൊക്കെ വരാൻ കാരണം ഇവിടുത്തെ ഈ ഓസോൺ പാളിക്കുള്ള വിള്ളൽ കാരണമാണ്. ഇതിൻ്റെ മേലെ തുള കാരണം ഇതിൻ്റെ മേലുള്ള ഓസോൺ പാളിക്ക്, ന്യൂസിലൻഡിൻ്റെ മേലത്തെ ഓസോൺ പാളിക്ക് ഭയങ്കര തുളയായതുകൊണ്ട് ഭയങ്കര ചൂടാണ്. ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഒരു മരത്തിൻ്റെ തണലിരിക്കുമ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. ഇപ്പോൾ 22 ഡിഗ്രി സെൽഷ്യസ് ആണുള്ളത്. ഞങ്ങൾക്ക് ഈ മരത്തിൻ്റെ അടിയിൽ 22 ഡിഗ്രി സെൽഷ്യസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലൊരു ഓഫീസിലൊക്കെ AC-ൻ്റെ ടെമ്പറേച്ചർ 20, 22 ആയിരിക്കും ഇട്ട് വെക്കുക നോർമലി. ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് ഇവിടെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഈ മരത്തിൻ്റെ അടിയിൽ കൂടെ. പക്ഷേ ഇവിടുന്ന് തൊട്ടപ്പുറം വെയിലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മേലെ ഈ വെയിൽ നമ്മുടെ സ്കിന്നിലേക്ക് അടിക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതെങ്ങനെ വെച്ചിട്ട്, നമ്മൾ പണ്ട് കുഞ്ഞ് ലെൻസ് വെച്ചിട്ട് നമ്മൾ പേപ്പറൊക്കെ കത്തിക്കുന്ന ഒരു സെറ്റപ്പില്ലായിരുന്നു. ഇങ്ങനെ സൂര്യപ്രകാശം ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ ചൂടടിക്കാൻ അതിൻ്റെ ചൂട് നമ്മുടെ തൊലിയിലടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂട് എങ്ങനെയാണ് അതേപോലത്തെ കൂട്ട് പൊള്ളുന്ന ചൂടാണ്. പിന്നെ സൺക്രീം ഒന്നും ഇല്ലാതെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, സൺസ്ക്രീൻ ഇല്ലാതെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, സൺസ്ക്രീൻ അതൊന്നും ഇല്ലാതെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കരിവാളിച്ച് പോകും. അപ്പോൾ ആ മറ്റേ ഒറിജിനലുള്ള കമ്പനി പെയിൻ്റൊക്കെ മങ്ങി മൊത്തം കരിവാളിച്ച് വരുന്നു അല്ലേ. കമ്പനി പെയിൻ്റൊക്കെ മങ്ങി വേറെ കളറിലേക്ക് മാറും. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. സ്റ്റിൽ ഈ വെയിലിൻ്റെ ഈ ഒരു കാലാവസ്ഥ കുറച്ച് ഒരു 2-3 ദിവസം കൂടെ ഉണ്ടാകും. ഇതൊരു പീക്ക് ടൈമാണ്. ഇതാണ് സമ്മർ ടൈം, പീക്ക് ടൈമാണ്. ടൂറിസ്റ്റുകൾ ഇവിടെ, ലോകത്തുള്ള സകലമാന ടൂറിസ്റ്റുകളും കാശ് മുടക്കി ഈ സമയത്താണ് ഇവിടെ വന്നു പോകുന്നത്. കാരണം ഇവിടുത്തെ സമ്മർ ടൈം അത്ര മനോഹരമാണ്. ഒരുപാട് ആക്ടിവിറ്റീസ്, ഈ ലേക്കിൻ്റെ ചുറ്റും ഒരുപാട് ആക്ടിവിറ്റീസ്, എല്ലാ കാര്യങ്ങളും. ഗ്ലൈഡിങ് ഇല്ല, സ്കൈ ഡൈവിങ്, പാരാസെയിലിങ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെയുണ്ട്. അങ്ങനെ ഒരു ഓൾമോസ്റ്റ് എല്ലാവിധ ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. അതൊക്കെ ആൾക്കാർ എൻജോയ് ചെയ്യാൻ വേണ്ടി ഈ ന്യൂസിലാൻഡിൻ്റെ പല ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. അതേപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അമേരിക്ക, യൂറോപ്പ്,
അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഈ ഒരു സമയത്ത് വന്ന് ആൾക്കാർ ഇവിടെ വരുന്നത്. അതിലെ മെയിൻ ഒരു അട്രാക്റ്റീവ് പ്ലേസ് ആണ് ഈ ടോപ്പ്. ഈ ടോപ്പോയ്ക്ക് വേറെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല സിറ്റിക്കുള്ള സിറ്റിയല്ല ബ്യൂട്ടിഫുൾ സിറ്റിക്കുള്ള അവാർഡ് കിട്ടിയതാണ്. ന്യൂസിലാൻഡിലെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് കിട്ടി. അതുകൊണ്ട് അതും കൂടെ ഒരു കാരണമായതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിനുള്ള ബ്യൂട്ടി ഉണ്ട്, മാക്സിമം ബ്യൂട്ടി ഉണ്ട് ഇവിടെ. എല്ലാവിധ ബ്യൂട്ടികളും ഉണ്ട്. അതായത് മരങ്ങളാണേലും അല്ലെങ്കിൽ പുൽമേടുകളാണേലും ആക്ടിവിറ്റീസ് ആണേലും, അതായത് ഒരുപാട് തിരക്കില്ലാത്ത ടൗണുകൾ, എല്ലാ ഫുഡുകളും അവൈലബിൾ ആണ്. പിന്നെ അങ്ങനെ ഒരു അടിപൊളി സ്ഥലമാണ്. പിന്നെ ഇവിടെ ഇന്ത്യക്കാർ കുറച്ച് കുറവാണ്, മലയാളീസ് തീരെ കുറവാണ്. ഒരു 10-20-25-30 ഫാമിലി മൊത്തത്തിൽ ഉള്ളൂ. കാരണം ഇത് നോർത്ത് ഐലൻഡ് ഏറ്റവും നടുക്കായൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടുന്ന് മെയിൻ സിറ്റിയായ ഓക്ലാൻഡിലേക്ക് പോകാനോ ഇല്ലെങ്കിൽ വെല്ലിംഗ്ടണിലേക്ക് പോകാനോ സെയിം ദൂരമാണ്. കാരണം ഇതിൻ്റെ ഒറ്റ നടുക്കാണ് കിടക്കുന്നത്. ഈ രണ്ടുമാണ് മെയിൻ ഇതിൻ്റെ അകത്ത് വരുന്ന മെയിൻ 2 സിറ്റി. അപ്പം ഇങ്ങോട്ടേക്കുള്ള ആക്സസ് കുറവായതുകൊണ്ടും പിന്നെ ഈ മലയാളികൾക്ക് വേണ്ട സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഇവിടെ ആൾക്കാർ കുറവാണ്. പക്ഷേ ഇവിടുന്ന് കുറച്ച് ദൂരം അപ്പുറത്തേക്ക് ഒരു 70 കിലോമീറ്റർ മാറി റൊട്രോവ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെ ആണെങ്കിൽ മലയാളികൾക്കുള്ള ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. അതായത് നമ്മുടെ സാധനങ്ങൾ, അതായത് ഈ പയറ്, പരിപ്പ്, പഴംപൊരിയൊക്കെ എന്താ പറയുക നാട്ടിൽ നിന്ന് ഫ്രോസൺ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് അവിടെ ഒരുപാട് മലയാളികളുണ്ട്. ഈ ടോപ്പയിൽ മലയാളികൾ കുറവുള്ളത് ഇങ്ങനെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ 1-2 ഉണ്ട്. പക്ഷേ അവിടുത്തെ ഫുഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന നിലവാരമില്ല. അതേപോലെ ഇന്ത്യൻ ഫുഡ് ഐറ്റംസിലേക്ക് എന്താ പറയുക ഗ്രോസറി, അതിവിടെ കിട്ടൽ വളരെ കുറവാണ്. ഒരു ഇന്ത്യൻ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പക്ഷെ അവിടെ വരുന്നതൊക്കെ 2021 സാധനമാണ് ഇപ്പോൾ അവർ വിൽക്കാൻ കൊണ്ട് വെച്ചേക്കുന്നത്. അങ്ങനത്തെ ചില ദാരുണമായ അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു ടോപ്പൊക്കെ ഒരു പ്രശ്നമാണ്. ഇരുന്നാൽ കൂടി ടോപ്പ് അടിപൊളിയാണ്. നമ്മുടെ ഈ ഏറ്റവും നല്ല സ്ഥലമാണ് ഈ ടോപ്പ്. ഞങ്ങളിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് 2 അമ്മമാർ ഓടി വരുന്നുണ്ടായിരുന്നു. അപ്പം ഇടിച്ചിടാൻ ഞാൻ വഴിയിലായിരിക്കുന്നത്, കണ്ടോ? ഇതാണ് വഴി, ആ വഴിയിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ ഇവരെന്നെ ഇടിച്ചിടാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അപ്പോഴേ വീഡിയോ കട്ട് ചെയ്തത്. അപ്പോൾ അതാണ് ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിലെ ഏറ്റവും മനോഹരമായ ടൗണിലാണ് ഞങ്ങളുള്ളത്. ആ ടൗണിൻ്റെ സൈഡിലുള്ള വലിയൊരു പർവ്വതമാണ് മൗണ്ട് ടുഹാരേൻ്റെ ഹൈറ്റ് എത്രയാണ് അത് അറിയില്ല, നോക്കണം എത്രയാണ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതറിയാൻ പാടില്ലാതെയാണ് വീഡിയോ പിടിക്കാൻ ഇട്ടേക്കുന്നതെന്ന്. ലോനക്കാൻ ലോനപ്പം കുത്തിയിരുന്ന് മൊബൈൽ നോക്കുക. അയാൾക്കൊന്നും അറിയത്തില്ല. കഞ്ഞി വെക്കാൻ ആപ്പാടെ അറിയാവുന്ന ഏക പണിയാണ് കഞ്ഞി വെക്കുക, കുറേ കുറ്റം പറയാം. ഇതല്ല അയാൾക്ക് ഒന്നും അറിയത്തില്ല. നോക്കി ഇരിക്കുന്ന ഇരിപ്പുണ്ടല്ലേ പഞ്ചഭാവത്തെ പോലെ. ഇതാണ് അവസ്ഥ. ഇനി നമുക്ക് താഴെ പോവാം. ഇവിടുന്ന് കുറച്ചും കൂടെ ഇറങ്ങി താഴേക്ക് പോകണം. ഇനി താഴെ വെച്ച് കാണാം. ഇത് ഞങ്ങൾ ഇറങ്ങി, അവരിവിടെ വന്നു. ഞങ്ങൾ ഇറങ്ങി ഇവിടെ താഴെ ആ തണലത്തിരുന്നിട്ട് 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കട്ട വന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പം ജൈന വന്നു. ഞങ്ങളിപ്പോൾ തിരിച്ചിറങ്ങാം. അപ്പം കട്ടയ്ക്ക് ആവേശകുമാറായി. കട്ട പറന്നാണ് പോകുന്നത്. എൻ്റെ പൊന്നോ, 3570 ഫീറ്റ് കടൽ നിരപ്പിൽ നിന്ന്, ഇല്ലെങ്കിൽ 1088 മീറ്റർ കടൽ നിരപ്പിൽ നിന്നാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഇത്രയും ഹൈറ്റിലുള്ള സ്ഥലമാണിത്. അപ്പം ചില്ലറയെന്നല്ല, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അടിപൊളി, സൂപ്പർ. അപ്പോൾ അതൊരു ഫ്ലൈറ്റൊക്കെ ആദ്യമൊക്കെ ഇങ്ങനെ ആദ്യം അച്ചീവ് ചെയ്യുന്ന ലെവല് കൊള്ളാം, അടിപൊളിയാണ്. ഇപ്പോൾ നല്ല അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. വെറുതെ അല്ല, ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ താഴെ കൂടെയൊക്കെയാണ് ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരുന്നത്. വെറുതെ അല്ല, കൊള്ളാം, അടിപൊളി. ഇനി അങ്ങോട്ടേക്ക് അടുത്ത പുൽമേട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. കട്ട കണ്ട് ഡാൻസൊക്കെ കളിച്ചാണ് പോകുന്നത്. കട്ട വെരി ഹാപ്പിയാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ക്രിക്കറ്റ് മാച്ച് ഉണ്ട്, അതിന് പോകാൻ വേണ്ടി കട്ട കൃത്യസമയത്ത് എത്തും എന്നുള്ള സന്തോഷത്തിൽ. കട്ടയ്ക്ക് ആദ്യം ഭക്ഷണം കഴിക്കണം, പക്ഷേ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ തരികയില്ല, ചിക്കൻ കറി ഞാൻ തരികയില്ല. നീ കഴിഞ്ഞ ദിവസം എനിക്ക് എന്തോ തരികയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട്
ട്രക്കല്ലേ? നല്ലതായിരുന്നു, നല്ല 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 എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഉറപ്പായിട്ടും 3570 ഫീറ്റ് ഒരു ചില്ലറ ഫീറ്റ് അല്ല. 3570 ഫീറ്റ് ഞങ്ങൾ മേലെ കയറി. എന്നിട്ട് പുഷ്പം പോലെ ഞങ്ങൾ തിരിച്ചും വന്നു. കണ്ടില്ലേ, അടിപൊളിയല്ലേ? ഇതൊന്നും വല്ല ആന കാര്യം എന്നല്ലെന്ന് ഇപ്പം മനസ്സിലായി. പ്രത്യേകിച്ച് ഹൈറ്റാമാനിയ ഉള്ള കട്ട ഈ കുന്ന് കയറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ പണിയൊന്നുമല്ല. ആ കട്ട വരെ ഈ കുന്ന് കയറിയിരിക്കുകയാണ്. ചായ അടിച്ച എന്നെ അടിക്കാൻ നിൽക്കണ്ട. അവിടെ ഗൾഫിലേക്ക് കാണണം മരുവ് മാത്രം. ഈ ന്യൂസിലാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയൊക്കെ പറഞ്ഞാലും അടിപൊളിയാവും, സൗന്ദര്യം ഒരു രക്ഷയില്ല. നമ്മുടെ ഷെറിൻസ് ബ്ലോഗ് പറഞ്ഞ പോലെ ഇവിടെ മൊത്തം പാർക്കാണ്. ഈ ന്യൂസിലാൻഡ് ഒരു രാജ്യം മൊത്തം പാർക്കായാലും എങ്ങനെയായിരിക്കും? ഒരു രാജ്യം മൊത്തം പാർക്കായാലും എങ്ങനെയിരിക്കും? അമ്മക്ക് വീഴേ ഈ രണ്ടാക്കി ഒരു തൊണ്ടനും തൊണ്ടിയാ. ഒരു മിനിമം എന്താണെങ്കിലും ഒരു 70+ ഉണ്ടായില്ലടാ. 70+ ഉള്ള ആൾക്കാരാ കണ്ട ഓടി മല ഇറങ്ങും. ഇതൊക്കെ നമ്മളെ കൊണ്ട് നടക്കുക. 32 വയസ്സുള്ളൂ. ഓക്കെ, നടന്ന് ഇറങ്ങി അമ്മാമണ്ടി ഇതിനെക്കാട്ടി സ്പീഡ് ഇത് കൊണ്ട് കയറ്റം ഇറങ്ങും. അത്രയ്ക്ക് സ്ലോ ആയിട്ടാണ് വരുന്നത്. വരണോ വേണ്ടിയോ 8-10 എന്ന് പറഞ്ഞോണ്ടാ വരുന്നത്. അത്രയ്ക്ക് ശോകമാണ്. ഇനി ഇപ്പൊ ക്ഷണത്തിനാണെങ്കിലും കാലഘട്ടണ്ടേ. ലോ ആംഗിൾ പക്ഷെ നമ്മളിങ്ങനെ ഈ നട്ടുച്ചയ്ക്കും കേറുന്ന ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്. ഹായ്, നല്ല വഴിത്താര. അങ്ങനെ ഇവിടുന്ന് നേരെ പോയാൽ ഞങ്ങൾ ഇതിൻ്റെ ബേസ് ക്യാമ്പിൽ എത്തുകയാണ്. നമ്മൾ ആദ്യം കണ്ട പൈൻ മരം ഇതുകൊണ്ട് നിൽക്കുന്നു, ക്യൂറ്റൻ പൈൻ മരം. ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ കയറി ഇതുകൊണ്ട് അവരിറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ ഈ മരത്തിൻ്റെ ചോട്ടി കട്ടയിരിപ്പുണ്ട്. ഞങ്ങളിവിടെ വെച്ച് ഞങ്ങളുടെ ഈ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാൻ പോവുകയാണ്.